പാനൂർ വള്ളിയായി വിഷ്ണുപ്രിയ കൊലപാതക കേസിൽ പ്രതി മാനന്തേരി സ്വദേശി ശ്യാംജിത്തിന് ജീവപര്യന്തം തടവ് ശിക്ഷ. കൊലപാതക കുറ്റത്തിനാണ് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചത്. വീട്ടിൽ അതിക്രമിച്ചു കയറിയതിന് 10 വർഷം തടവും ശിക്ഷ വിധിച്ചു. ശ്യാംജിത്ത് 2 ലക്ഷം രൂപ പിഴയൊടുക്കണം. വിധി തൃപ്തികരമാണെന്ന് പ്രോസിക്യൂഷൻ പ്രതികരിച്ചു. ശിക്ഷാവിധി വളരെ സന്തോഷകരമായ ഒരു ശിക്ഷാവിധിയാണ്. ദൃക്സാക്ഷികളില്ലാത്ത ഒരു കേസ്, വളരെ വേഗം അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ച കേസ്, ശാസ്ത്രീയമായ തെളിവുകൾ ഒന്നടക്കം അതൊരു ചെയിൻ ഓഫ് സർക്കംസ്റ്റാൻസസ് വെച്ചിട്ട് കോടതിയിൽ നമുക്ക് തെളിവിൻ്റെ സമയത്ത് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ അങ്ങനെ കുറേ കാര്യങ്ങൾ സവിശേഷതയുള്ള ഒരു കേസാണിത്. ഈ കേസിൽ ഇത്ര പരമാവധി ശിക്ഷ എന്ന രീതിയിൽ തന്നെ ലൈഫ് കൊടുക്കാനും അതുപോലെ തന്നെ 10 വർഷം അദ്ദേഹം അതിക്രമിച്ച് കയറി വീട്ടിൽ കയറിയുള്ള കൊലപാതകം നടത്തിയതിനുള്ള 10 വർഷവും 2 ലക്ഷം രൂപ പിഴയും അതുപോലെ തന്നെ 25,000 രൂപ പിഴ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുക. ഇത്രയും നല്ലൊരു വിധി പ്രോസിക്യൂഷൻ പ്രതീക്ഷിച്ചാണ്. വളരെയധികം സന്തോഷമുണ്ട്. പിഴ അടച്ചില്ല എങ്കിൽ 302 വകുപ്പ് പ്രകാരം അടക്കേണ്ടുന്ന 2 ലക്ഷം രൂപ അടച്ചില്ല എങ്കിൽ അദ്ദേഹം 6 മാസം കൂടി ജയിലിൽ കിടക്കണം. അതുപോലെ തന്നെ 10 വർഷം തടവിന് കൂടെയുള്ള 25,000 രൂപ പിഴ അടച്ചില്ലെങ്കിൽ 1 മാസം കൂടെ അദ്ദേഹം തടവിൽ കിടക്കണം. പോലീസിൻ്റെ അന്വേഷണം ഞാൻ പറയുന്നു, കേരള പോലീസ് മിടുക്കരായ ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴും വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള ഏറ്റവും നല്ല തെളിവാണ്. പോലീസിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാൻ തന്നെ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ കേസിൽ 12 മണിക്കൂറിനുള്ളിൽ പ്രതിയെ പിടിച്ചു. 35 ദിവസത്തിൽ 90 ദിവസം ഉണ്ടായിട്ട് പോലും 35 ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള കുറ്റപത്രം കൊടുത്തു. ഈ കാലയളവിൽ ശാസ്ത്രീയമായ എല്ലാ തെളിവുകളും കോടതിയിൽ അവർ ഹാജരാക്കിയിട്ടുണ്ട്. ആ ശാസ്ത്രീയ തെളിവുകൾ പോലീസിൻ്റെ മികവാണ്. അതൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ കോടതി തന്നെ ദൃക്സാക്ഷികളില്ലാത്ത ഒരു കേസിൽ ഇങ്ങനെ ഒരു ശിക്ഷ, വളരെ ഉചിതമായ ശിക്ഷ കോടതി നൽകിയിട്ടുണ്ട്. ശ്യാംജിത്ത് കുറ്റക്കാരനാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം വിധിച്ചിരുന്നു. പ്രണയ നൈരാശ്യത്തിന്റെ പകയിൽ വീട്ടിൽ അതിക്രമിച്ചു കയറിയ ശ്യാംജിത്ത് വിഷ്ണുപ്രിയയെ ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു. വിഷ്ണുപ്രിയയുടെ ശരീരത്തിൽ 29 മുറിവുകളാണ് ഉണ്ടായിരുന്നത്. വീഡിയോ കോളിൽ ഉണ്ടായിരുന്ന പൊന്നാനി സ്വദേശി കേസിൽ പ്രധാന സാക്ഷിയായി. ആയുധം വാങ്ങിയതിന്റെയും പാനൂരിലെത്തിയതിന്റെയും CCTV ദൃശ്യങ്ങൾ ശക്തമായ തെളിവായി മാറി. വിഷ്ണുപ്രിയയുടെ സുഹൃത്തിനെ വധിക്കാനും ശ്യാംജിത്ത് പദ്ധതിയിട്ടിരുന്നുവെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. 2022 ഒക്ടോബർ 22-നായിരുന്നു നാടിനെ നടുക്കിയ സംഭവം. സുഹൃത്തുമായി വീഡിയോ കോളിൽ സംസാരിച്ചിരിക്കെ വിഷ്ണുപ്രിയയുടെ കിടപ്പുമുറിയിലേക്ക് അതിക്രമിച്ചു കയറുകയായിരുന്നു ശ്യാംജിത്ത്. ചുറ്റിക കൊണ്ട് തലക്കടിച്ച് വീഴ്ത്തി കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. മരിച്ച ശേഷവും 10-ലധികം തവണ കുത്തി പരിക്കേൽപ്പിച്ചു. പോലീസിന്റെ ഒക്കെ ഇടപെടൽ നിങ്ങൾ ഒരുപാട് നന്ദിയുണ്ട്. തീർച്ചയായും നല്ലൊരു വിധിയാണ്. ഒരു പുതിയ നമ്മുടെ സമൂഹത്തിൽ ഒരു മാതൃകയായ ഒരു വിധി തന്നെയാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇനിയൊരു സഹോദരിമാർക്കും ഇങ്ങനെയൊരു ഗതി ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതിന് ഉതകുന്ന നിലയിലുള്ള ഒരു വിധി തന്നെയാണ് ഇന്നിപ്പോൾ വന്നിട്ടുള്ളത്. പൂർണ്ണമായും ഒരു വ്യക്തിയുടെ ഒരു മൗലിക അവകാശത്തിന് മുകളിലേക്ക് നടത്തിയ ഒരു ധ്വംസനം തന്നെയായിരുന്നു ഈ കൊലപാതകം. അപ്പോൾ അതിനെതിരായുള്ള ഒരു ശക്തമായൊരു വിധി തന്നെ കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. കുടുംബവും പ്രതീക്ഷിച്ചതൊരു വിധി തന്നെയാണ്. പൂർണ്ണ തൃപ്തി തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. വധശിക്ഷയ്ക്ക് വേണ്ടി സ്വാഭാവികമായും പ്രോസിക്യൂഷൻ ബാധിക്കുമല്ലോ, സ്വാഭാവികമാണ്. പക്ഷെ പ്രതീക്ഷിച്ച വിധി തന്നെയാണ് വന്നത്. അപ്പീൽ അതൊക്കെ പബ്ലിക് പ്രോസിക്യൂട്ടറായി ആലോചിച്ച് ചെയ്യേണ്ടതാണ്. നിലവിലിപ്പോൾ കുടുംബക്കാരുമായിട്ട് സംസാരിച്ചൊക്കെ അച്ഛൻ, അമ്മ അവരൊക്കെ ഈ വിധിയിൽ സംതൃപ്തരാണ്. സമഗ്ര ന്യൂസ് പാനൂർ.